കട്ടി കുറഞ്ഞ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാമ്പാർ പരിപ്പ്. ഒരു 2 പച്ചമുളക് നടുവേ മുറിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറുള്ളി, ഒരു 100 ഗ്രാം ചെറുള്ളിയൊക്കെ പൊളിച്ച് കീറേണ്ടവർക്ക് കീറാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് അപ്പം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പം നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നമ്മച്ചേട്ടത്തി സ്പെഷ്യൽ 2.0യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ. ഉള്ളിയാണ് അതിനകത്തിൽ മെയിനായിട്ട്, അതുകൊണ്ടാണ് ഉള്ളി സാമ്പാർ എന്ന് ഞാൻ പറഞ്ഞത്. ഉള്ളി സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് കട്ടി കുറഞ്ഞ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാമ്പാർ പരിപ്പ്. ഈ സാമ്പാർ പരിപ്പ് നമുക്ക് ആദ്യം കഴുകി റെഡിയാക്കി കൊണ്ടുവരാം. ബാക്കി പുറകാലെ പറഞ്ഞുതരാം. അപ്പോൾ പരിപ്പ് ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. കാരണം അടപ്പത്ത് ഇട്ടാലും ഇത് വെന്തോളും, പക്ഷെ സമയം എടുക്കുമല്ലോ. പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് പരിപ്പ് വെന്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ വേവിക്കേണ്ടി വരും. കുക്കറിലേക്ക് ഞാൻ പരിപ്പ് കഴുകി ഇട്ടു. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ്. ഇനി നമുക്ക് ആ ഉള്ളി വഴറ്റി എടുക്കുമ്പോൾ നമുക്ക് ആ ഉള്ളിയിലേക്കും കൂടി ഉപ്പിടണം. അപ്പം കൂടി പോകണ്ട. അപ്പം അതിനകത്തേക്ക് നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ ഇതേ മോഡലുള്ള സ്പൂണിൽ ഒരു സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. ഈ സാമ്പാർ പൊടി എന്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപ്പിലിട്ടതെന്ന് വെച്ചാൽ, പരിപ്പ് വേകുമ്പോൾ അതിനകത്ത് ആ വെള്ളച്ചുവയൊന്നും പച്ചച്ചുവയൊന്നും വരാതിരിക്കാനാണ് സാമ്പാർ പൊടി ഒരിത്തിരി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമുക്ക് ഒരു നുള്ള് കായപ്പൊടി. സാമ്പാർ പൊടി ഏതാണേലും സാറാ സാമ്പാർ പൊടിയോ അല്ലെങ്കിൽ ഈസ്റ്റേൺ. ഞാൻ കൂടുതലും ഇവിടെ അമ്മച്ചി ഉള്ളപ്പം അമ്മച്ചി ഉള്ളപ്പോഴെന്നല്ല, അമ്മച്ചി കുക്ക് ചെയ്യുന്ന സമയത്ത് അമ്മ തനിയെ സാമ്പാർ പൊടി ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം അമ്മച്ചിക്കും പറ്റാത്തത് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കും. ഞങ്ങൾ ഈസ്റ്റേൻ്റെ ആണ് ഞാനിപ്പോൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ഈസ്റ്റേൺ സാമ്പാർ പൊടി ഒരിത്തിരി ഇട്ട് കൊടുത്തു. അത് പിന്നെ നമുക്ക് കൂടുതലിടാം, പക്ഷെ ഇപ്പം ഞാൻ ഇത്തിരി ഇട്ട് കൊടുത്തു. ഇത്തിരി കായപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു. അപ്പം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചേച്ച് നമുക്കൊന്ന് ഒരുപാട് വെള്ളമൊന്നും വേണ്ട, അതൊന്ന് വേകാൻ വേണ്ടിയുള്ള വെള്ളം മതി. അപ്പം നമുക്കിനി അടച്ചൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് നടുവേ മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചെറുള്ളി കുറച്ച് ചെറുള്ളി, ഒരു 100 ഗ്രാം ചെറുള്ളിയൊക്കെ പൊളിച്ച് കീറേണ്ടവർക്ക് കീറാം, കീറിയില്ലെങ്കിലും കുഴപ്പമില്ല. കീറണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഉള്ളി സാമ്പാർ ആവുമ്പം അതിങ്ങനെ ഉള്ളി ഇങ്ങനെ ഇതായിട്ട് കിടക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളർ അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ. ഞാൻ കുക്കർ പോയി ഒന്ന് ഓഫാക്കിയിട്ട് വരട്ടെ. നമുക്ക് ഉള്ളിയിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടട്ടെ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു 2 തക്കാളി, ഒരു അധികം വലിപ്പമല്ല എന്നാലും ഒരു മീഡിയം 2 തക്കാളി മുറിച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില അതിനകത്ത് ഇട്ട് കൊടുക്കാം.
തക്കാളി ശരിക്കൊന്ന് വഴണ്ട് വരട്ടെ. നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പം നമുക്ക് അടപ്പൊക്കെ എടുത്തു. ഇനി തക്കാളി ഒന്ന് വേണ്ടോ എന്നൊക്കെ നോക്കാം. തക്കാളി വേണ്ടി വരുന്നുണ്ട്. സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, കടയിൽ നിന്ന് സാധനങ്ങൾ, പച്ചക്കറി സാധനങ്ങളെല്ലാം കൂടി വാങ്ങിച്ച് സാമ്പാർ വെക്കാറില്ല. ആ സാമ്പാറിന് വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ ഉള്ള സാധനം എന്താണെന്നറിയോ? ഇപ്പോൾ ഏത്തയ്ക്ക വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏത്തയ്ക്ക, പിന്നെ കുറച്ച് ചെറുള്ളി, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ പച്ചമുളക്, വെണ്ടയ്ക്കയൊക്കെ നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടല്ലോ. ഈ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് 2 ചക്കക്കുരു ഇതെല്ലാം കൂടി ഇട്ടൊരു സാമ്പാർ വയ്ക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനത്തെ. അല്ലാണ്ട് നമ്മൾ പച്ചക്കറി മുരിങ്ങയ്ക്കായും ഒക്കെ ഇട്ട് കുമ്പളങ്ങ, പടവലങ്ങ ഇതെല്ലാം ഇട്ട് നമ്മൾ സാമ്പാർ വയ്ക്കില്ലേ, അതിനേക്കാളിലും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഉള്ള സാധനങ്ങൾ കൊണ്ട് വയ്ക്കുമ്പോൾ അതിന് വേറൊരു നല്ല വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് സാമ്പാർ കൂട്ടുകൾ ചേർക്കാം. ഞാനൊരു കളറിന് വേണ്ടി മാത്രം, എനിക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാലും ചെറിയൊരു കളറിന് വേണ്ടി മാത്രം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ, ചെറിയ സ്പൂണാണേ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഒരു 4 ടീസ്പൂൺ സാമ്പാർ പൊടി, എന്നിട്ട് നന്നായിട്ട് നമ്മളെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. മസാല നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മസാല മൂത്തില്ലെങ്കിൽ, ആ എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് മൂത്തില്ലെങ്കിൽ ആ പച്ച ഒരു ഇത് മാറത്തില്ല. ഇനി നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തിളപ്പിച്ച വെള്ളം നമുക്ക് ആവശ്യത്തിന് സാമ്പാറിനോ ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ തിളപ്പിച്ച വെള്ളമാണ്, നല്ല തിളച്ച വെള്ളമാണേ. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഞാൻ ഉപ്പുണ്ടോന്ന് നോക്കട്ടെ. നമുക്കിനിയും പുളി ആവശ്യത്തിന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ആ പുളി നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. പുളി ഇത്തിരി കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത്തിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പുളി കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ്. കട്ട കായമുള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഞാൻ നേരത്തെയൊക്കെ അതായിരുന്നു ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആ മനുഷ്യൻ ഇതാ വാങ്ങിക്കൊണ്ട് വരുന്നത്. അപ്പം ഞാൻ ആവശ്യത്തിന് കായപ്പൊടി, എനിക്കിത്തിരി സാമ്പാറിൽ ഇത്തിരി ഉള്ളി സാമ്പാറാണെങ്കിലും സാദാ സാമ്പാറാണെങ്കിലും ശകലം കായം മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും നല്ല ഇത്. കാരണം ആ സാമ്പാർ ഇളക്കുമ്പം തന്നെ ആ കായത്തിൻ്റെയൊക്കെ ഒരു മണം വരുമ്പോഴേ, അപ്പം ഇനി ആ പുളിയും ആ കായമൊക്കെ ഒന്ന് ആ ഉള്ളിയിലൊക്കെ ഒന്ന് പിടിക്കാൻ നന്നായിട്ടൊന്ന് തിളച്ച് റെഡിയായി വരട്ടെ.
അപ്പം നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് നല്ല പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇനി നമുക്ക് കടുക് താളിക്കാം കേട്ടോ. അപ്പം നമുക്കിനി വാങ്ങി വെച്ചിട്ട് കടുക് താളിക്കാം. അപ്പം നമുക്ക് കടുക് താളിക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ വേണ്ടിയവർക്ക് ഇട്ടാൽ മതി. ഉള്ളി സാമ്പാറിനൊന്നും ഉലുവ അങ്ങനെ ഇടാറില്ല. പക്ഷെ ഞാൻ 2-3 അമ്മ പറയാറുണ്ട് എപ്പോഴും ഉലുവ 2 മണി ഉലുവ ഇട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ 2-3 മണി ഉലുവ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെറിയ ഉള്ളി ചീകി അരിഞ്ഞത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ 2 വറ്റൽമുളക് നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പം നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ഉള്ളി സാമ്പാർ റെഡി. നമുക്ക് ഒരിത്തിരി എടുത്തിട്ട് നമ്മുടെ അമ്മച്ചിയെ കൊണ്ടൊന്ന് ടേസ്റ്റ് നോക്കിക്കാം. അമ്മച്ചി പറഞ്ഞാൽ മാത്രമേ പിന്നെ അതിനൊരു ഗും വരുള്ളൂ. അപ്പം നമുക്ക് അമ്മച്ചിയെ കൊണ്ടൊന്ന് ടേസ്റ്റ് നോക്കിക്കാം. അമ്മച്ചിയെ ഉള്ളി സാമ്പാർ ഒന്ന് ടേസ്റ്റ് നോക്ക്. ചൂടാണേ. ഉള്ളി സാമ്പാർ നല്ലതാ. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വായി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട്. നല്ല പുളി, നല്ല ഉപ്പ്, കായം, ഇതിൻ്റെ എല്ലാം മണം സെറ്റായില്ലേ. അപ്പം ഞങ്ങളുടെ ഉള്ളി സാമ്പാർ കണ്ടല്ലോ, ഇത്ര സിമ്പിളായിട്ടാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ചെറുള്ളി വേണമെന്ന് മാത്രം, സവാള ഇടരുത്, ചെറുള്ളി വേണമെന്ന് മാത്രം. അപ്പോൾ ഇനിയും ഞങ്ങൾ ഇതേപോലെയുള്ള നല്ല നല്ല നാടൻ ഐറ്റവുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുവരെ ഒരു ബൈ കൊടുത്തേ അമ്മച്ചി. ബൈ.